ഇത് ആരാണെന്ന് എനിക്കറിയില്ല, ഏത് വിശ്വാസിയാണെന്ന് പോലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇനി പെന്തക്കോസ്ത പാസ്റ്ററാണോ അല്ല പള്ളിയിലച്ഛനാണോ എന്ന് പോലും അറിയത്തില്ല. എന്നാലും എനിക്ക് പറയാനുള്ള ഇത് ഏതോ മുസ്ലിം വിശ്വാസികൾ എടുത്ത് നല്ല പെരുമാറിയിട്ടുണ്ട് ഇങ്ങേരെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം പടച്ചു വിട്ടത്. ഈ 57 മുസ്ലിം രാജ്യങ്ങളെന്ന് പറഞ്ഞ്, ഈ 57 മുസ്ലിം രാജ്യങ്ങൾ എന്താ നിങ്ങളെ പിടിച്ച് വിഴുങ്ങിയ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 57 മുസ്ലിം രാജ്യങ്ങൾ പോയിട്ടുണ്ടോ? ഈ RSSനെ നിങ്ങളിപ്പോൾ തലോടുന്നത്, ഈ RSS നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? RSS എന്ന് പറഞ്ഞ സംഘടനയെ നിങ്ങളിങ്ങനെ വെള്ള പൂശേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ വെള്ള പൂശിയ അവർ നിങ്ങളെ വലിയ പദവിയിലോട്ടെടുത്ത് കയറ്റി വയ്ക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം. അവരിതേപോലെ ഒരുപാട് ഉടായ്പകളൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് RSS. അപ്പോൾ ഈ RSSനെ നിങ്ങൾ തലോടുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബാക്കിയുള്ളവരെല്ലാവരും മറ്റേ തീവ്രവാദികളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഈ വേറൊരു വിഷയം പറയട്ടെ, ഈ മുസ്ലിം കൺട്രിയിൽ എത്ര രാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്? ഈ മുസ്ലിം കൺട്രീസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളമോ നമ്മുടെ ഇന്ത്യയോ ഒന്നും ഇത്ര നല്ല രീതിയിലൊന്നും ആവൂലടാഹുവേ. തനിക്കൊക്കെ ഒരു ബഹുമാനം തരാമെന്ന് വിചാരിച്ചാലേ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ പടച്ചു വിടുമ്പം തനിക്കൊക്കെ എങ്ങനെ ബഹുമാനം തരും? നാണമില്ല നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി? വ്രതം എടുക്കുന്നതും നൊയമ്പ് നോക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അല്ലാതെ വെള്ള ഷർട്ടിട്ടുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം മറ്റേ ദൈവത്തിൻ്റെ വലം കയ്യിലിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഞാനും ഒരു ക്രിസ്തു മത വിശ്വാസിയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാതയിൽ പോയില്ല? യേശു ക്രിസ്തു എന്താ പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ്. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന പാതയിൽ നിങ്ങൾ വരണം എന്നാലേ രക്ഷ പ്രാപിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നീ വിശ്വസിക്കുന്നത് ഇനി ഉറുമ്പിനെ ആണെങ്കിലും ജീവനില്ലാത്തൊരു കല്ലാണെങ്കിൽ ആ കല്ലിനെ നീ മുറുകെ പിടിക്കണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ യേശു ക്രിസ്തു ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നല്ലൊരു ഇതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ പാതയിൽ നിങ്ങൾ പിന്തുടർന്ന് പോയിട്ടില്ല? യേശുവിന് 32ാമത്തെ വയസ്സിൽ യേശു മരിച്ചു. യേശുവിനെ കൊന്നു, തൂക്കിലേറ്റി കൊന്നു. യേശുവിന് വേണമെങ്കിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ മസാല ഇട്ട് പെരുപ്പിച്ചിങ്ങനെ നടക്കാമായിരുന്നു. യേശുവിന് മരണമേ ഉണ്ടാവില്ലായിരുന്നു. മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിന് മരണമേ ഉണ്ടാവില്ലായിരുന്നു. ആ രാജാവിനെ ഇങ്ങനെ തലോടി വലിയ കാര്യങ്ങളൊക്കെ പണ്ട് മന്ത്രി പണ്ഡിതന്മാർ രാജാക്കന്മാരെ പൊക്കി പറയൂല, അതേപോലെ യേശു ക്രിസ്തുവിനെ അങ്ങനെ പൊക്കി പറഞ്ഞിട്ട് വേണമെങ്കിൽ ദീർഘകാലം അങ്ങനെ ജീവിക്കായിരുന്നു. യേശു ക്രിസ്തു എന്താ ചിന്തിച്ചത്? അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മരിക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നെങ്കിൽ തനിക്കൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? 32ാമത്തെ വയസ്സിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, അല്ല നിന്നെപ്പോലുള്ള വർഗീയവാദികളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയല്ല അയാൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഈ വ്രതം നോക്കുന്ന അയ്യപ്പന്മാരെ നിങ്ങൾ കണ്ടുണ്ടോ? അവരുടെ ഫ്രണ്ടിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പരമാവധി മത്സ്യമാംസാദി കഴിക്കാതിരിക്കാൻ ശ്രമിക്കും. എന്താണെന്നറിയാമോ? അവരറിയാതെ പോലും അത് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ആ പാവം നമ്മളിൽ വന്ന് വീഴും. അതേപോലെ വ്രതം നോമ്പ് നോക്കുന്ന മുസ്ലിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാണോ അവർ നോമ്പ് നോക്കുന്നത്? പട്ടിണി കിടന്നുകൊണ്ടാണ് നോമ്പ് നോക്കുന്നത്. ആ പട്ടിണി കിടന്ന് അവരുടെ ഫ്രണ്ടിൽ പോയി നമ്മൾ ആഹാരം കഴിച്ചാൽ ആ നൊയമ്പിന് പോലും തെറ്റുപറ്റും. ആ നൊയമ്പ് വെറുതെ ആയി പോവും. അപ്പോൾ പാവികളാരാണ്? നമ്മളെപ്പോലുള്ളവരാണ്. നമ്മുടെ വിശ്വാസം ശരിയല്ലെന്ന് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളെപ്പോലുള്ള പർദ്ദയിട്ട് പാസ്റ്റർമാരും പള്ളിയിലച്ചന്മാരും വന്നിട്ട് ഇങ്ങനെ ഓരോ വിഷങ്ങൾ കുത്തിവെക്കുമ്പം ഞങ്ങളെപ്പോലുള്ള ക്രിസ്തുമത വിശ്വാസികൾ എതിർത്തില്ലെങ്കിൽ ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നതിൽ നാണക്കേടാണ്. ഞാനൊരിക്കലും പള്ളിയിൽ പോയിട്ട് നേർച്ചയിടാറില്ല ഒരിക്കലും. ആകെ കൂടെ നേർച്ചയിടുന്നത് എൻ്റെ സഭ ലത്തീൻ കത്തോലിക്ക സഭയിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് താങ്കളെ കേട്ടിട്ടുണ്ടോ? നല്ല വെള്ളിയാഴ്ച, യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മ പുതുക്കൽ, അതിൽ മാത്രമേ നേർച്ചയിടാറുള്ളൂ. കാരണം എൻ്റെ തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക സഭയിൽ വർഷത്തിലെ പാവപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംരംഭമുണ്ട്. അതിലോട്ടാണ് നേർച്ചയിടുന്നത്. അല്ലാതെ എപ്പോഴും പോയി പള്ളിയിൽ നേർച്ചയൊന്നും വയ്ക്കൂല. യേശു ക്രിസ്തു നമുക്ക് കാശ്, നമ്മൾ കരഞ്ഞ് നിലവിളിച്ചാണ് നമുക്ക് കാശ് തരുന്നത്. ആ കാശ് കൊണ്ട് വീണ്ടും അയാൾക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ
അയാൾ എന്ത് തെറ്റിദ്ധരിക്കും? ആ കാശെടുത്ത് വല്ല പാവങ്ങൾക്കും വല്ല അന്നം മേടിച്ചു കൊടുക്ക്, രോഗികളായി കിടക്കുന്ന അവർക്ക് കൊടുക്ക്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്ക് കൊണ്ട് കൊടുക്കുക. അതൊക്കെ തിരഞ്ഞു പിടിച്ച് കൊടുക്കണം. അല്ലാതെ നീയൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും കുറ്റം പറയുമ്പം നീ ഒന്ന് ആലോചിക്കണം. 1985-90 കാലഘട്ടങ്ങളിൽ പത്തേമാരി പിടിച്ചും കള്ള ഫ്ലൈറ്റ് കയറിയും കള്ള വിസ പിടിച്ചുമൊക്കെ പോയി ഈ നാട്ടിലൊക്കെ ഗൾഫ് നാട്ടിലൊക്കെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് നമ്മളെ നാടിനെ പിടിച്ചു നിർത്തിയ നാടാണ് ഗൾഫ് കൺട്രീസ്. ഇന്നും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇരിക്കുന്ന പല വ്യക്തികളും 95% ആൾക്കാരും ഗൾഫ് നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട കാശ് കൊണ്ടാണ് അവർ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയത്. അമേരിക്ക പോലും UK പോലും സ്ഥലങ്ങളിലൊക്കെ പോയത്. ഇല്ലെന്ന് അവരാരെങ്കിലും പറയട്ടെ. ഇന്ന് അവിടെ എന്തെങ്കിലും കോട്ടം പറ്റിയാൽ ഈ ഗൾഫ് നാടേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് അന്നം തരാൻ വേണ്ടി. ഈ ഗൾഫ് നാട് ഇല്ലായിരുന്നെങ്കിൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പ്രവാസികളായില്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയുടെ അവസ്ഥ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇങ്ങനെയൊക്കെ തരുന്ന നാടിനെ ഈ നാട് നയിക്കുന്ന പൈസയാണ് ഇപ്പം നിന്നെപ്പോലുള്ള ആൾക്കാർ ഈ പർദ്ദയിട്ട് ഈ കുർത്തയിട്ട് നല്ല വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥന പഠിക്കാനെന്ന് പോകുമ്പോൾ ചിക്കനും മട്ടനും ബീഫും മീനുമൊക്കെ വേവിച്ചൊക്കെ തരുന്നത്. നീയൊക്കെ ശരീരം ജോലി ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഗൾഫിൽ നാട്ടിൽ നിന്ന് ജോലി അപ്പം മനസ്സിലാവും. മുസ്ലിം കൺട്രീസിനെ മൊത്തത്തിൽ പറയുന്നത് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ പ്രശ്നം നടന്നു. എല്ലാ തീവ്രവാദികളാണോ മരിച്ചത് അവിടെ? നിങ്ങളെന്താ ചർച്ച ചെയ്യാത്ത ആവശ്യം? പാവപ്പെട്ടവരായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾ പിടഞ്ഞു വീണ്, കുഞ്ഞുമക്കൾ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. അതെന്താ ചർച്ച ചെയ്യാത്തത്? ഇപ്പോൾ അമേരിക്ക ഇറാനും തമ്മിൽ വാർ കടക്കാൻ പോകുന്നു. എന്താ ഈ ക്രിസ്തുമത വിശ്വാസം പറഞ്ഞ് ട്രംപിൻ്റെ അടുത്ത് ഒന്ന് പോയി നോക്കിയാണ് നിങ്ങളെല്ലാവരും? കാര്യങ്ങൾ നടക്കുമോ? മതം പറഞ്ഞ് തിന്നാൻ വേണ്ടി കുറേ ഇതേപോലെ ഈ ക്രിസ്ത്യാനികളിലുണ്ട് മതം പറയുന്നവന്മാർ, ഹിന്ദു മത വിശ്വാസത്തിലുണ്ട്, മുസ്ലിം ഉണ്ട് മതപണ്ഡിതന്മാർ. മതം പറഞ്ഞ് തിന്നാൻ വേണ്ടി കുറേ ഊളകൾ. നാണയില്ലടാ നിനക്കൊക്കെ. ലേശ ഉളുപ്പെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ ഓരോ പോസ്റ്റുകളൊക്കെ അടിച്ചിറക്കാൻ വേണ്ടി? ഈ RSSനെ തലവടി അവർ നിങ്ങളെ എടുത്ത് തലയിൽ വെക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം? അവരിതേപോലെ ഒരുപാട് കണ്ടവരാണ് ഇതൊക്കെ. അപ്പോൾ ഒന്നിനെ ചവിട്ടി താഴ്ത്തി ഒന്നിനെ പൊക്കാൻ നോക്കരുത് ഒരിക്കലും. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാ മനുഷ്യന്മാർ തന്നെയാണ് കേട്ടാ. വ്രതം പിടിക്കുന്നവനും നോയമ്പ് നോക്കുന്നവനും എല്ലാം ഒന്ന് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. വേറെ ഊളമാരെ ഇറങ്ങേണ്ടതുകൊണ്ട് ഇങ്ങനെ